You're the night, you're the color of my blood. You're the cure, you're the pain. You're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. Touch me like you do, ta ta, touch me like you do. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു.
കുറച്ച് ചൂടേറിയ പ്രോഗ്രാംസുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി കുറച്ച് ഫോർമൽ ആവാം അല്ലേ വാളെ? ഇന്ന് ഈ മന്ത്രവെപ്പ് ചടങ്ങിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇല്ലാണ്ട് എന്ത് പായസം അല്ലേ? എല്ലാവരും സമ്മതിക്കുന്നില്ലേ അങ്ങനെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡോണ ചേച്ചി ഇല്ലാണ്ട് എന്ത് മധുരവെപ്പ് ചടങ്ങ്. അപ്പൊ എങ്ങനെ ഡോണ ചേച്ചി നമുക്ക് വിളിച്ചാലോ? എന്നെ എല്ലാവരും ഒന്ന് ആദ്യം വിളിച്ചേ. നോച്ചേ ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു മാർഗവും ഇല്ലാതിരുന്ന ഒരവസരത്തിന് ഞങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നത് സൽസ്വഭാവികളെന്നും സുന്ദരികളെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന അംഗബലത്തിൽ എതിർ ടീമിന് 7 അയലത്ത് പോലും എത്താൻ പറ്റാത്ത നമ്മുടെ സ്വന്തം പെൺപടയാണ്. അപ്പോ നമുക്ക് നമ്മുടെ പെൺപടയെ വിളിച്ചാലോ ഒന്ന്? അവർ അവതരിപ്പിക്കുന്ന കലാരൂപം മാർഗംകളി. ചിരിയുള്ള പെണ്ണേ രാത്തിങ്കൾ തോൽക്കും പെണ്ണാളെ നാട്ടാരും വീട്ടാരും ഒന്നായി നിന്നെ കാണുമ്പോൾ നാണത്തിൽ നീ ഓടിക്കല്ലേ തിടുക്കത്തിൽ നടക്കല്ലേ അവനായി
മധുരമൊക്കെ ചടങ്ങിലേക്ക് കിടക്കാം. ആ ചടങ്ങിനായി നമുക്ക് പെണ്ണിന്റെ അമ്മാവന്മാരായ ഷാജിയങ്ങളുടെയും ബിജുക്കളുടെയും അമ്മായിമാരായ ഷീബേന്റെയും ട്രിന്റിയാന്റെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ, മധുരം കൊടുക്കട്ടെ. ചേമന്തിച്ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരമ്മൻ നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. കൊണ്ടാട്ടച്ചേലാക്കാൻ നല്ലാട്ടക്കാരുണ്ട്, കരനീളെ പന്തൽ കെട്ടി തപ്പും മുട്ടിച്ചെന്റെ കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. കൊണ്ടെന്നുള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ. ഞാൻ പണ്ട് കച്ചൻ കെട്ടി നിന്നെ കെട്ടാൻ നിപ്പാണേ, പടിയോരം വെള്ളിപ്പല്ലക്കെത്തി നിന്നാണേ. വീട്ടാരും കൂട്ടുണ്ട്, നാട്ടാരും കൂടെയുണ്ട്, ആശിച്ചോരെല്ലാരും കൂടിയിട്ടുണ്ടേ. ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാ. കൊഞ്ചാറുള്ളൂ നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല. മധുരം കഴിച്ച ക്ഷീണിച്ച നമ്മുടെ ഡോണസിയുടെ ക്ഷീണം മാറ്റാൻ ഒരു തട്ടുമുളക്കൽ പാട്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം കിൻസു. നമ്മുടെ മുന്നിൽ വളരെ അച്ചടക്കത്തോടും നാണത്തോടും ക്ഷമയോടും കൂടിയിരിക്കുന്ന ഡോണ ചേച്ചിയെ കാണുന്ന വിചാരിക്കും ഇതൊരു പഞ്ചഭാവമാണ്. പക്ഷെ ഡോണ ചേച്ചി ഇന്ന് എങ്ങനെയാണെന്നല്ല, ഇന്നലെ എങ്ങനെയായിരുന്നു എന്നാണ് നമുക്കറിയേണ്ടത്. സോ ഡോണ ചേച്ചിയുടെ പൂർവ്വകാല ചരിത്രം വെളിപ്പെടുത്താൻ
വിജയങ്ങളെ ശരിക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ ബന്ധുമിത്രാദികളെ, അങ്ങനെ പറയത്തക്ക വഴക്കും ഭാഗ്യാവേലിയൊന്നും ഇല്ലാണ്ടാണ് ഡോണ ജീവിച്ചത്. എന്നാലും കുഞ്ഞായിരിക്കുമ്പോൾ ഞാനിവിടെ മുള്ളിരിക്കുള്ളിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ പോലെ വഴിയില്ല, വണ്ടിയില്ല. ഇവിടെ നിന്ന് നടന്ന് പെരിഞ്ചാമ്പള്ളി ചെല്ലണം. വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെരിഞ്ചാമ്പള്ളി പുഴ നിറച്ച് വെള്ളമായിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിന്നും എടുത്ത് പെരിഞ്ചാമ്പള്ളിയും കൊണ്ടുവരുന്ന സമയത്ത് ഒരു വള്ളം കടന്ന് വേണം അക്കരെ കയറി മുള്ളിരിക്കുള്ളിലേക്ക് പോകാൻ. ഈ വള്ളത്തെ കയറാനായപ്പോഴത്തേക്ക് ഞാൻ വള്ളത്തെ കയറുന്നു. അപ്പൊ ഞാൻ ചെയ്ത എത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ തിരിച്ചു നടക്കുമ്പോൾ ഞാനും എടുത്തു. കാരണം ഇവിടുന്ന് പെരിഞ്ചാമ്പള്ളി വരെ നടന്ന് കൊച്ചിനെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ തിരിച്ചിങ്ങോട്ട് വീണ്ടും നടക്കുന്നതിനേക്കാൾ എളുപ്പം അങ്ങോട്ട് പോകുന്നത് തന്നെയാണ്. ഞാൻ കൊച്ചിനോട് പറഞ്ഞു, കൊച്ചി കണ്ണടച്ചോളാൻ പറഞ്ഞു. കണ്ണടച്ചു. 2 കണ്ണും പൊത്തി ഞാനും കയറി വള്ളത്തെ കയറ്റിയിരുത്തി. അക്കരെ ചെന്നതിന് ശേഷമാണ് കണ്ണ് തുറന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിപ്പോ പേടിയില്ല എന്ന് പറഞ്ഞു. അതാണ് ഒന്ന്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയി പല ഭാഗത്തുള്ള പോകാറുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വാഴച്ചുണ്ടും ഇവിടെ കറി വെച്ച് വെച്ചിരുന്നു. അപ്പൊ ആദ്യം ഞാൻ പോയി എടുക്കും, എന്നെ പുറകെ വെച്ച് വന്നിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ചോറിനാൻ നോക്കിയപ്പോൾ കറിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കറി കെട്ടുന്ന ചരിത്രം നല്ല കുട്ടി. പരാതി നമുക്ക് പറയാനില്ല ഡോണെ കുറിച്ച്. എന്നെ അങ്ങോട്ട് കൊണ്ടാകുന്നൊക്കെ വാഗ്ദാനം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പരാതികളൊന്നും പറയുന്നില്ല. മംഗളങ്ങളും നേരുന്നു. മധുരം കൊടുത്ത് ശീലിപ്പിച്ച പെണ്ണിനെ സുന്ദരിയാക്കാനുള്ള ചടങ്ങാണ് അടുത്തത്. ഈ അവസരം വീട് കിട്ടിയിരിക്കുന്നത് ഡോണ ചേച്ചിയുടെ സഹോദരങ്ങൾക്കും കസിൻസിനുമാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മെഹന്തി ആൻഡ് ഹൽദി ഫംഗ്ഷൻ. അതിനായിട്ട് ഡോണ ചേച്ചിയുടെ എല്ലാ കസിൻസിനെ സഹോദരങ്ങളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ਮੈਨੂੰ ਗੋਲਡਨ ਝੁਮਕੇ ਮੈਂ ਕੰਨਾਂ ਵਿੱਚ ਪਾਵਾਂ ਚੁੰਮ ਚੁੰਮ ਕੇ ਤੂੰ ਲੈ ਆ ਦੇ ਮੈਨੂੰ ਗੋਲਡਨ ਝੁਮਕੇ ਮੈਂ ਕੰਨਾਂ ਵਿੱਚ ਪਾਵਾਂ ਚੁੰਮ ਚੁੰਮ ਕੇ ਚੁੰਮ ਚੁੰਮ ਕੇ ਤੂੰ ਲੈ ਆ ਦੇ ਮੈਨੂੰ ਗੋਲਡਨ ਝੁਮਕੇ ਚੁੰਮ ਚੁੰਮ ਕੇ ਤੂੰ ਲੈ ਆ ਦੇ ਮੈਨੂੰ ਗੋਲਡਨ ਝੁਮਕੇ ਮੈਂ ਕੰਨਾਂ ਵਿੱਚ ਪਾਵਾਂ ਚੁੰਮ ਚੁੰਮ ਕੇ ਤੂੰ ਲੈ ਆ ਦੇ ਮੈਨੂੰ ਗੋਲਡਨ ਝੁਮਕੇ ਮੈਂ ਕੰਨਾਂ ਵਿੱਚ ਪਾਵਾਂ ਚੁੰਮ ਚੁੰਮ ਕੇ ਮੰਨ ਜਾਵੇ ਮੈਨੂੰ ਸ਼ਾਪਿੰਗ ਕਰਾ ਦੇ ਮੰਨ ਜਾਵੇ ਰੋਮਾਂਟਿਕ ਪਿਕਚਰ ਦਿਖਾ ਦੇ ਰਿਕਵੈਸਟਾਂ ਪਾਈਆਂ ਵੇ ਚਿੱਟੀਆਂ ਕਲਾਈਆਂ ਵੇ ਓ ਬੇਬੀ ਮੇਰੀ ਚਿੱਟੀਆਂ ਕਲਾਈਆਂ ਵੇ
അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭാര്യയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല, ഭാര്യമാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അങ്ങനെ രണ്ടെണ്ണുള്ളവർ എഴുതിക്കോ. ഭാര്യയുടെ ഇഷ്ടപ്പെട്ട നിറം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ആദ്യമായി യാത്ര പോയ സ്ഥലം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഭാര്യയുടെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്. ഭാര്യയുടെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. ഇല്ല, സ്കൂൾ തന്നെ വേണം കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി നിങ്ങൾ വഴക്കിട്ടത് എന്തിന്? വഴക്കിടാറില്ലെന്ന് എഴുതിയെങ്കിൽ എന്തായാലും ഒരു വഴക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം എഴുതണം. ആരും പോകുന്നത് കേട്ടോ, എല്ലാരും അവിടെ തന്നെ നിൽക്കണം. പിന്നെ താരടിക്കും ഭാഗ്യത്തിൽ 10 പൊരുത്തോ ഉള്ളത്. കൂടുതൽ വർഷം ഒന്നിച്ച് ജീവിച്ചവരാണോ? 2 മാർക്ക് അപ്പൊ പറയണേ, കൂടുതൽ വർഷം ജീവിച്ചവരാണോ കുറച്ച് വർഷം ജീവിച്ചവരായിരിക്കും? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അവർ പറയുവാണോ, the prize goes to ബിജു. സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ കല്യാണത്തിനായി ഡോണ ചേച്ചിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെയാണ് ഈ ഫ്രണ്ടിലോട്ട് വരുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, 5 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻ ഒരു സെയിം ആൻസർ ആണ് എഴുതിയത്. ഇതുവരെ ഒരു വ്യത്യാസം പോലും ഉണ്ടായില്ല. ചില വിശേഷാദികളെയാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വിവിധ നാടുകളിൽ നിന്നാണ് ഇവർ വന്നതെങ്കിലും ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് വെച്ചാൽ സംഗീതത്തിൽ അഗ്രഗണ്യരായതിനാൽ ഇവരോട് എന്ത് ചോദിച്ചാലും ഉത്തരം പാട്ട് രൂപത്തിലായിരിക്കും ഇവർ പറയുന്നത്. അവരെ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആദ്യമായിട്ട് വിളിക്കുന്നത് എസ് എം ആന്റണിയാണ്. അടുത്ത ഹൈക്കോടതി ജഡ്ജി താനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ഏലിയാന MA LLB-യെ നിറകൈകളോടെ സ്വാഗതം ചെയ്യുന്നു. സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യനായി പോലും കൊല്ലുന്ന സൗന്ദര്യം തനിക്കുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പുതുതലമുറയുടെ യാതൊരുവിധ ബ്യൂട്ടി ടിപ്സും പരീക്ഷിക്കാത്ത ഈ 85-ാം വയസ്സിലും നിറയുണ്ടെന്നറിയാത്ത ദ ക്യൂൻ ഓഫ് നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് സ്വാഗതം ചെയ്യാം മറിയക്കുട്ടി ചേട്ടത്തി. ആദ്യ സേവന രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയവരുടെ കൂടെ ജോലി ചെയ്യുന്ന അടുത്ത അവാർഡിനായി അക്ഷീണം പ്രയത്നിക്കുന്ന
ഈ പുതിയ വേഷത്തിൽ വന്നാൽ തനിക്ക് പ്രായം ചെന്ന കാര്യം നാട്ടുകാർ അറിയുമോ എന്ന് മനോവിഷമവും എന്നാൽ പ്രായത്തെ വരുന്ന ചുറുചുറുക്കുമുള്ള അച്ചാമിച്ചേടത്തിൽ പ്രസിഡന്റ് ആകണമോ സെക്രട്ടറി ആകണമോ എന്നാലോചിച്ച് ഇലക്ഷൻ കഴിയുന്നതുവരെ നെട്ടോട്ട് ഓടുന്ന ആര്യമ്മ. വാളെടുക്കണം, വലപിടിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാഴ്ന്നെടുക്കണം, വേഷം കെട്ടണം, നാണം മാറ്റണം, വേണ്ടി വന്നാൽ വായ. നേരത്തെ പറഞ്ഞതുപോലെ ഇവർക്ക് സംഗീതത്തിൽ പിച്ചും സംഗതിയും ഒന്നുമില്ലെങ്കിലും സംഗീതത്തിൽ വളരെ പ്രശസ്തരാണെന്ന അഹങ്കാരം കൈമുതലുള്ള ഇവർ എന്ത് ചോദിച്ചാലും സംഗീതത്തിലൂടെ മാത്രമേ ഉത്തരം പറയൂ. എന്തായാലും ഇവരുടെ ഈ പ്രോഗ്രാം ഒരു പ്രാർത്ഥനയോട് തുടങ്ങാൻ പോലെ വിശിഷ്ടാതിഥിയായ ജഡ്ജി അമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഞങ്ങളുടെ പെറ്റീഷൻസ് എല്ലാം നിന്റെ മുൻപിൽ വെക്കുന്നു. ഞങ്ങളുടെ സിവിലും ക്രിമിനലുമായ എല്ലാ കുറ്റങ്ങളും ക്ഷമിക്കണമേ. 3 വർഷം നിന്റെ കൂടെ നടന്ന് അവസാനം 3 പ്രാവശ്യം നിന്നെ തള്ളി പറഞ്ഞ പത്രോസ് IPC സെക്ഷൻ 48B പ്രകാരം വിശ്വാസവഞ്ചന പരസ്യമായി തള്ളി പറയുന്ന കുറ്റങ്ങൾക്ക് വിധേയനായ പത്രോസിനോട് നീ ക്ഷമിച്ചതുപോലെ അടിയങ്ങളോടും ക്ഷമിക്കണമേ. ഓർഡർ ഓർഡർ ഓർഡർ. നിങ്ങളെല്ലാവരും കുടുംബിനികളാണല്ലോ. നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ മക്കളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പഠിക്കാൻ വിട്ടപ്പം മനക്കല മാവിനെ കല്ലെറി ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമക്കളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ദുഃഖത്തിന്റെ കർത്താവിന്റെ കയ്യിൽ സന്തോഷത്തോടു വാങ്ങി. നാലാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ അമ്മായിയമ്മ ആളെങ്ങനെയാ? പഞ്ചായത്തിൻ താക്കോലോ സാരി തുമ്പത്ത്, ബ്രഹ്മാണ്ടത്തിൻ ആധാരോ ഉണ്ട് തോളത്ത്, അമ്മതി ജാതിയാ ജാടയാ മൂടിയാ, ഇതുങ്ങളുടെ നാട്ടിലെ തോക്കിനും പേടിയാ. അപ്പൊ 5ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഇടവേളയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഭജനത്തിന്റെ വിത്ത് വിതയ്ക്കും വല്യച്ഛൻ, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യും സിസ്റ്റേഴ്സ്. ഭജനത്തിന്റെ വിത്ത് വിതയ്ക്കും വല്യച്ഛൻ, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യും സിസ്റ്റേഴ്സ്. 6ാമത്തെ ക്വസ്റ്റ്യൻ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എന്നത്. നിങ്ങളുടെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ? അപ്പോ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മംഗളം മംഗളമേ സോദരരെ, മംഗളം മംഗളമേ. നമ്മുടെ പരിപാടിയിൽ ഏകദേശം തീരാനായി. ഇവിടെ വന്ന് ഇതിന് സഹകരിച്ച് ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും ഞങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.